ഈ പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടൊപ്പമുണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ കാരുണ്യം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും മേൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന ദൈവത്തോടൊത്ത് ആയിരിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയുടെ ഓരോ നിമിഷവും ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ദൈവം നൽകുന്നു. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. ദൈവവചനം കേൾക്കുമ്പോൾ സൗഖ്യമുണ്ടാകുന്നു. ദൈവവചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഓരോ ദിവസവും ഹീലിംഗ് പ്രേയേഴ്സിൽ കൂടി നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം നിങ്ങളിലേക്ക് ദൈവികമായ ബോധ്യങ്ങൾ നൽകി നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ മനസ്സിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നു. ആരെങ്കിലുമൊക്കെ അല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, മറിച്ച് ആദിയും അന്തവുമായ ദൈവം തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ നിയോഗത്തിനും മാത്രമല്ല, ദൈവവചനം നിങ്ങളുടെ വ്യക്തിത്വത്തെ മുഴുവനായി രൂപാന്തരപ്പെടുത്തുന്നു. പ്രാർത്ഥന നിങ്ങളെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ക്രിസ്തുവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും നിങ്ങൾക്ക് പുതിയ പ്രത്യാശയും പ്രചോദനവും നൽകുന്നു. ഇന്നത്തെ നിയോഗം കർത്താവിനോട് നമുക്ക് പറയാം. അവിടുത്തെ കാതുകൾ നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്നെല്ലാം ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഏറ്റവും സ്നേഹവാനായ, തെറ്റുകൾ ക്ഷമിക്കുന്ന ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ നിന്നിൽ നിന്നും പുതിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നീ ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിൽ ചോദിക്കുന്നതെല്ലാം നീ നൽകും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം സത്യമാണ്. അങ്ങയുടെ വചനം ഞങ്ങളെ സുഖപ്പെടുത്തുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങയുടെ വചനം കർത്താവേ, ഞങ്ങൾക്ക് രൂപാന്തരീകരണം വരുന്നു. ഞങ്ങൾക്ക് പുതിയ ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നത് അങ്ങയുടെ വചനമാണ്. അതിനാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തരുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ മകനും മകളുമായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും അങ്ങയുടെ തിരുവചനത്തിൽ കൂടി നീ ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുവചനത്തിൽ കൂടി ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുവചനത്തിൽ കൂടി
ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നീ കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ഈ വചനം ഞങ്ങൾക്ക് ശക്തി നൽകുന്നതോടൊപ്പം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയം വിശുദ്ധീകരിക്കുന്നതിനും ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകുന്നതിനും ഈ തിരുവചനം ഇന്ന് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരിലേക്കും നിൻ്റെ കാരുണ്യം അയച്ചു കൊടുക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനെല്ലാം നീ ഉത്തരം നൽകുന്ന ദൈവമാണ്. പ്രാർത്ഥനയിൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി മാറാൻ ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിച്ചു തരണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നീ കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് നൽകിത്തരണമേ. കർത്താവേ, നിൻ്റെ തിരുവചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ ഓരോ നിമിഷവും വർദ്ധിപ്പിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ടാകട്ടെ. മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ലജ്ജിക്കേണ്ടി വരികയില്ല എന്നതിനാൽ നിൻ്റെ തിരുവചനത്തിൽ ഓരോ ദിവസവും ആശ്രയിക്കുന്നതിന്, ഹീലിംഗ് പ്രേയേഴ്സിലൂടെ പ്രാർത്ഥിക്കുന്നതിന് കർത്താവേ, ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന ആവശ്യമായ എല്ലാ വ്യക്തികളിലേക്കും സ്ഥലങ്ങളിലേക്കും നീ അയച്ചു കൊടുത്ത് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നൽകി അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ നന്മകളെ അവർക്ക് നൽകി അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാൻ ഈ പ്രാർത്ഥനയും ദൈവവചനവും ഇന്ന് ഇടവരുത്തട്ടെ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ, ഞങ്ങളെ കാണാൻ വരുന്ന വ്യക്തികളെ, ഞങ്ങൾ ഇടപഴകുന്ന വ്യക്തികളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെയും കുടിക്കുന്ന പാനീയങ്ങളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജോലികളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാം അങ്ങയുടെ കർത്തൃത്വത്തിന് കീഴിൽ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ തന്നെ, ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം നിങ്ങൾ ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് നൽകി സമാധാനവും സന്തോഷവും ഫലപ്രദവുമായ ഒരു ജീവിതം ഇന്ന് നിങ്ങൾക്ക് കർത്താവ് നൽകട്ടെ.
ഇന്നെല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവ് വിജയം നൽകട്ടെ. നിങ്ങളുടെ സംസാരവും വാക്കും ചിന്തകളുമെല്ലാം ഇന്ന് കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദൈവാനുഗ്രഹമാണ്, വിജയമാണ്, മഹത്വമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ആവർത്തിച്ച് കേൾക്കുക. ആത്മാർത്ഥമായ പ്രാർത്ഥന, നീതിയുക്തമായ പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളിത് അയച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ പ്രാർത്ഥനയിൽ കൂടി ഈ ലോകം മുഴുവനും വ്യാപിക്കുന്നതിന് വേണ്ടി നിങ്ങളിത് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അയച്ചു കൊടുക്കുന്ന എല്ലാവരിലും കൂടെ ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.